my dear friends, once again welcome back to my channel Step to Success. ഇന്ന് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആവേശത്തോടെ പോയി ആദ്യം ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഓടി ഇങ്ങോട്ട് പോര്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ കൂടെ പിടിച്ചോ. യെസ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഉപഭോക്തൃ സംരക്ഷണ സമിതി. അപ്പൊ എന്താണ്, ഇപ്പൊ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മാത്രമേ ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നത്തുള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഉപഭോക്തൃ സംരക്ഷണ സമിതി കേന്ദ്രത്തിലുണ്ട്, സംസ്ഥാനത്തിലുണ്ട്, അതുപോലെ തന്നെ ജില്ലയിലുമുണ്ട്. കേന്ദ്രം, സംസ്ഥാന, ജില്ലാ തലങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3-ലാണ്. കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും അതിന്റെ അധ്യക്ഷനായിരിക്കുക. യെസ്, വർഷത്തിൽ ഒരു തവണയെങ്കിലും ഇത് എന്ത് ചെയ്തിരിക്കണം, സമ്മേളനം നടത്തിയിരിക്കണം. ആ സമിതി യോഗം ചേർന്നിരിക്കണം വർഷത്തിൽ ഒരു തവണയെങ്കിലും. അപ്പൊ എന്താ പറയുന്നത്, കേന്ദ്രത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും കേന്ദ്ര ഉപഭോക്തൃ മന്ത്രിയായിരിക്കും, ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയായിരിക്കും ഇത് ചെയർ ചെയ്യുന്നത്. യെസ്, സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 കേന്ദ്രത്തിൽ കുറിച്ച് പറയുന്നത്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3 എത്ര സെക്ഷൻസ് ഉണ്ട്? 107 സെക്ഷൻസ് ഉണ്ട്. 107 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ വകുപ്പ് മന്ത്രിയായിരിക്കും ഇതിന്റെ ചെയർ ചെയ്യുന്നത്. വർഷത്തിൽ ഒരു തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. ഇനി സംസ്ഥാനമാണെങ്കിലോ വകുപ്പ് 6-ലാണ്. 3-6 സംസ്ഥാനത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ മന്ത്രിയായിരിക്കും ഇവിടെയും ചെയർ ചെയ്യുന്നത്. ഇവിടെ വർഷത്തിൽ 2 തവണയെങ്കിലും സമിതി യോഗം ചേർന്നിരിക്കണം. വർഷത്തിൽ 2 തവണയെങ്കിലും സമിതി യോഗം ചേർന്നിരിക്കണം. അടുത്ത ജില്ലയിലാണെങ്കിലോ സെക്ഷൻ 8 ആണ്. സെക്ഷൻ 8 ജില്ലാ കളക്ടറാണ് അധ്യക്ഷം വഹിക്കുന്നത്. ജില്ലാ കളക്ടറാണ് ഈ സമിതിയുടെ അധ്യക്ഷനായിരിക്കുന്നത്. വർഷത്തിൽ 2 തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. അപ്പൊ കേന്ദ്ര, സംസ്ഥാന, ജില്ല അങ്ങനെ 3 തലങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. സെക്ഷൻ 3, സെക്ഷൻ 6, സെക്ഷൻ 8, 3, 6, 8, 368, 3, 6, 8, 368 ഭേദഗതി, ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പറയുന്നത് 368 അല്ലേ. അപ്പൊ അത് ഓർത്താലും മതി. 3, 6, 8, 3, 6, 8 കേന്ദ്രത്തിൽ വകുപ്പ് മന്ത്രി തന്നെയാണ്, സംസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രിയാണ്. ജില്ലയിൽ വരുമ്പോൾ ജില്ലയ്ക്ക് പ്രത്യേകിച്ച് മന്ത്രി ഉണ്ടോടാ? ഇല്ല. സോ ജില്ലാ കളക്ടറാണ് അധ്യക്ഷത വഹിക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ വർഷത്തിൽ 1 തവണ സമ്മേളിച്ചിരിക്കണം. എന്നാൽ സംസ്ഥാനത്തിലാണെങ്കിൽ വർഷത്തിൽ 2 തവണ സമ്മേളിച്ചിരിക്കണം. ജില്ലാ തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ 2 തവണയാണ്. സെറ്റ് അല്ലേ? യെസ്. ഇനി അടുത്ത ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഫസ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞു, ഉപഭോക്തൃ സംരക്ഷണ സമിതി ഇച്ചിരി ലെങ്തിയാണ്, ഒത്തിരിയും പഠിക്കാനുള്ളതാണ്. പ്രസ്താവന ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ ക്ലാസ് ഒറ്റത്തവണ കേട്ട് നിർത്തരുത്, റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, ഇപ്പൊ തർക്കപരിഹാര കമ്മീഷൻ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര, സംസ്ഥാന, ജില്ലാ തലങ്ങളിലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ജില്ല എഴുതുന്നത്, കാരണം ഇവിടെ വരുന്ന ആ ഒരു എമൗണ്ടിന്റെ ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ആ ഒരു എമൗണ്ടിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകാൻ വേണ്ടി ജില്ല ആദ്യം എഴുതുക. ജില്ലാ തർക്കപരിഹാര കമ്മീഷനിൽ അംഗങ്ങൾ 3 ആണ്. ജില്ലാ തർക്കപരിഹാര കമ്മീഷനിൽ അംഗങ്ങൾ 3 ആണ്. ഇവിടെ 50 ലക്ഷം വരെയുള്ള പരാതികളാണ് ജില്ലാ തർക്കപരിഹാര കമ്മീഷനിൽ പരിഹരിക്കപ്പെടുന്നത്. 50 ലക്ഷം വരെയാണ്. അത് കൃത്യമായിട്ട് ഓർത്തിരുന്നു. ജില്ലാ തർക്കപരിഹാര കമ്മീഷനിൽ 3 അംഗങ്ങളാണ്. ജില്ലയിൽ 3 അംഗങ്ങളാണ്. ഇവിടെ പരിഹരിക്കപ്പെടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് 50 ലക്ഷം വരെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ നിന്ന് എന്താണ്, ഇവിടെ ഒരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പീലിന് പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും അപ്പീലിന് പോകാനായിട്ട് കഴിയും. സംസ്ഥാന തർക്കപരിഹാര കമ്മീഷനിലേക്ക് അപ്പീൽ പോകാൻ കഴിയും. 45 ദിവസങ്ങൾക്കകം എന്ത് ചെയ്തിരിക്കണം, അപ്പീൽ പോയിരിക്കണം. 45 ദിവസങ്ങൾക്കുള്ളിലാണ്. ഒന്നുകൂടെ പറയട്ടെ, ജില്ലാ തർക്കപരിഹാര കമ്മീഷനിൽ 3 അംഗങ്ങൾ. ഇവിടുത്തെ ഒരു പരിധി എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. അത് തുക 50 ലക്ഷമാണ്. പരാതിക്ക് പരിഹാരം ലഭ്യമായില്ലെങ്കിൽ 45 ദിവസത്തിനകം അപ്പീൽ പോകാം. മേൽക്കോടതി കമ്മീഷനിലേക്ക്, ഏതാ മേൽ കമ്മീഷൻ? സംസ്ഥാന കമ്മീഷനിലേക്ക് പോവാം. സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങൾ 5 ആണ്. സംസ്ഥാന കമ്മീഷൻ അംഗങ്ങൾ 5 ആണ്. 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ്. ഇവിടുത്തെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ്. ഇവിടെ നിന്നും അപ്പീലിന് പോകാം 30 ദിവസത്തിനകം മേൽ കമ്മീഷനിലേക്ക്, അതായത് കേന്ദ്ര തർക്കപരിഹാര കമ്മീഷനിലേക്ക് അപ്പീൽ പോകാം. എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം.
എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകമാണ്. ഇനി കേന്ദ്രത്തിൽ വന്നാലോ, കേന്ദ്രത്തിലും അംഗങ്ങൾ 5 തന്നെയാണ്. ഇവിടെ 2 ലക്ഷത്തിന് മുകളിലാണ്, 2 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കേന്ദ്ര കമ്മീഷൻ പരിഹരിക്കപ്പെടുന്നത്. ഇവിടെ നിന്ന് അപ്പീലിന് പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും അപ്പീലിന് പോകാൻ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും 3 കമ്മീഷനല്ലേ ഉള്ളൂ, ഇനി അപ്പീൽ പോകാൻ പറ്റത്തില്ല. അപ്പീൽ പോകാൻ കഴിയും, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ കഴിയും. എത്ര ദിവസത്തിനകം? 30 ദിവസത്തിനകം തന്നെ. 30 ദിവസത്തിനകം സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാൻ. പിന്നെ ഇല്ല, അത് തന്നെയാണല്ലോ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയിൽ. പിന്നെ എന്താണ്, അവിടെ തന്നെ പരിഹാരം കാണേണ്ടതാണ്. യെസ്, ഒന്നുകൂടെ പറയട്ടെ. തർക്ക പരിഹാര കമ്മീഷൻ ജില്ല 3 അംഗങ്ങളാണ്, 50 ലക്ഷം വരെയാണ് പരിധി. 45 ദിവസത്തിനുള്ളിൽ മേൽ കമ്മീഷനിലേക്ക് അപ്പീൽ പോകാം. രണ്ടാമത്തേത് സംസ്ഥാനം. സംസ്ഥാനത്തിലെ 5 അംഗങ്ങളാണ്. 5 അംഗങ്ങൾ 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ്. 50 ലക്ഷം മുതൽ 2 കോടി വരെ അപ്പീൽ പോകുന്നത് 30 ദിവസങ്ങൾക്കകമാണ് കേന്ദ്ര കമ്മീഷനിലേക്ക്. കേന്ദ്ര കമ്മീഷനിലും 5 അംഗങ്ങളാണ്. ഇവിടെ 2 കോടിക്ക് മുകളിൽ യെസ്, അപ്പോ 30 ദിവസത്തിനകം അപ്പീൽ പോകാം സുപ്രീം കോടതിയിലേക്ക്. ഉപഭോക്തൃ സംരക്ഷണ സമിതി, കേന്ദ്രം സെക്ഷൻ 3, വകുപ്പ് മന്ത്രി, കേന്ദ്രമന്ത്രി അതിന്റെ ചെയർ ചെയ്യുന്നു. വർഷത്തിൽ 1 തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. സംസ്ഥാനം സെക്ഷൻ 6, സംസ്ഥാന വകുപ്പ് മന്ത്രി യെസ് 2 തവണ സമ്മേളിക്കണം. ജില്ല സെക്ഷൻ 8, ജില്ലാ കളക്ടറാണ് മേധാവി, 2 തവണയെങ്കിലും സമ്മേളിച്ചിരിക്കണം. തർക്കപരിഹാര കമ്മീഷൻ ജില്ല 3 അംഗങ്ങൾ, 50 ലക്ഷം വരെ, 45 ദിവസത്തിന് അകം അപ്പീൽ പോകാം. സംസ്ഥാനം 5 അംഗങ്ങൾ, 50 ലക്ഷം മുതൽ 2 കോടി വരെ 30 ദിവസത്തിനകം അപ്പീൽ പോകാം മുകളിലേക്കും. കേന്ദ്രം 5 അംഗങ്ങൾ, 2 കോടിക്ക് മുകളിലാണ് എമൗണ്ട്. അതുപോലെ തന്നെ എന്താണ്, 30 ദിവസത്തിനകം അപ്പീൽ പോകാം. എങ്ങോട്ടേക്ക് പോകാം? സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനായിട്ട് കഴിയും. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഈ 2019 ഭേദഗതി നിയമം വരുന്നതിന് ശേഷമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. അതുകൊണ്ട് കൃത്യമായി ഓർത്തിരിക്കുക. എന്നാ വരുന്നത്? 2020 ജൂലൈ 24 2020 ജൂലൈ 24. നോക്കിയുടെ ഏതാ സെക്ഷൻ? സെക്ഷൻ 10 ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാ? 10 ആണ്. 107 സെക്ഷൻസിലെ 10ാമത്തെ സെക്ഷനിലാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത്. എവിടെയാ ഇതിന്റെ ആസ്ഥാനം? ന്യൂഡൽഹിയിലാണ്. 2020 ജൂലൈ 24. കൂടെ പഠിച്ചുപോ 2020 ജൂലൈ 24 നിലവിൽ വന്നു. ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹി. ഒരു കമ്മീഷണറും 5ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ഒരു കമ്മീഷണറും 5ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ആ കാലാവധി ചോദിച്ചാല് 5 വർഷമോ 65 വയസ്സോ. ഇവിടെ കാലാവധി എത്രയാണെടാ? 5 വർഷമോ 65 വയസ്സോ ആണ്. ഒന്നുകൂടെ പറയട്ടെ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സെക്ഷൻ 10 2020 ജൂലൈ 24 നിലവിൽ വന്നു. ഒരു കമ്മീഷണറും 5ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. ആസ്ഥാനം ന്യൂഡൽഹി. കാലാവധി 5 വർഷമോ 65 വയസ്സോ. ഇതിലേതാണോ ആദ്യം അങ്ങനെയാണ്. ഓക്കെ. ഇത് നിയമിക്കുന്നതാകട്ടെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്, നീക്കം ചെയ്ത് ഒക്കെ ചോദിച്ചാൽ ആരാണടാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവിടെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മനസ്സിനകത്ത് ഉത്തരം രാഷ്ട്രപതി എന്നതായിരിക്കും. എന്നാൽ ഇവിടുത്തെ ഉത്തരം നോക്കിക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഉപഭോക്തൃ കമ്മീഷനെ സംരക്ഷണ അതോറിറ്റി ചെയർമാനെ അല്ലെങ്കിൽ അംഗങ്ങളെ നിയമിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ്. അവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്. അതുപോലെ തന്നെ ഇവരെ തൽസ്ഥാനത്ത് നീക്കം ചെയ്യേണ്ട എന്ത് ചോദിച്ചാലും ഏത് തന്നെയാണ്? കേന്ദ്ര സർക്കാരിനാണ് അതിനുള്ള അധികാരമുള്ളത്. കേട്ടോ, കേന്ദ്ര സർക്കാരിനാണ്. എന്തിനാണ് ഈ പറഞ്ഞ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപം കൊണ്ടത്? എന്താന്ന് ചോദിച്ചാൽ നോക്കിയേ, പരാതി ബോധിപ്പിക്കാനുള്ള ഒരു ഏകീകൃത സംവിധാനമായാണ് ഇത് നിലവിൽ വന്നത്. ചോദിച്ചൂടെ? ഉപഭോക്തൃ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി സമർപ്പിക്കുന്നതിനുള്ള ഏകീകൃത സംവിധാനം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ശ്രദ്ധിച്ചു പഠിച്ചോ. തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെച്ചു. പരാതി ബോധിപ്പിക്കാനുള്ള ഏകീകൃത സംവിധാനമായി നിലവിൽ വന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. എടോ, ഇത് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ പരാതി പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ എന്ത് ചെയ്യാടാ? 30 ദിവസത്തിനകം കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിലേക്ക് അപ്പീൽ പോകാം. 30 ദിവസത്തിനകം കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിലേക്ക് എന്ത് പോകാൻ പറ്റും? അപ്പീൽ പോകാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സെറ്റാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ശ്രദ്ധിക്കുന്നത് നോക്കി. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. എന്തൊക്കെയാ അതിന്റെ ലക്ഷ്യം?
ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇപ്പോഴത്തെ എല്ലാ പരീക്ഷകളിലും കാര്യങ്ങൾ കുറെ കൂടെ വിശദമായിട്ടാണ് ചോദിക്കുന്നത്. ഉപഭോക്തൃ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്, അല്ലെ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ഏതൊക്കെയാണ്, പരാതിക്കാർ ആരൊക്കെയാണ്, എന്തോരം ലെവൽ ക്വസ്റ്റ്യൻസ് ആ വരുന്നത്. ഇവിടെ ശ്രദ്ധിച്ചു പഠിച്ചോടാവും. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താക്കളുടെ അവകാശ ലംഘനം പരിശോധിക്കുക, അന്യായ വ്യാപാരം തടയുക. അന്യായ വ്യാപാരം തടയുക ഒന്നുകൂടെ പറയട്ടെ. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവകാശ ലംഘനത്തെ തടയുക, പരിശോധിക്കുക, അന്യായ വ്യാപാരം തടയുക. ഇതെല്ലാം ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പ്രവർത്തിക്കുന്നത്. അവകാശങ്ങൾ സംരക്ഷിക്കുക, അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അന്യായ വ്യാപാരം തടയുക, അവകാശ ലംഘനത്തെ കുറിച്ച് പരിശോധിക്കുക. ഇതിനായിട്ടാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വന്നത്. സെക്ഷൻ ഓക്കെ. ഇതിനൊരു അന്വേഷണ വിഭാഗമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അന്വേഷണങ്ങൾ നടത്തുക എന്നുള്ളത് ആരുടേതാണ്? ഇതുമായി പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയല്ലേ. ഇതിനൊരു അന്വേഷണ വിഭാഗമുണ്ട്. അന്വേഷണ വിഭാഗത്തിന്റെ ചുമതലക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? ഡയറക്ടർ ജനറൽ. ജില്ലാ കളക്ടറും ഈ ഒരു പദവി വഹിക്കുന്നുണ്ട്. ഈ ഒരു അന്വേഷണ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. പൊതുവെ നമ്മൾ പറയും അന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറുമാണ്. പൊതുവെ ചോദിച്ചാൽ ഉത്തരവ് ചെയ്ത ഡയറക്ടർ ജനറൽ ആണ്. അന്വേഷണ വിഭാഗം നേതൃത്വം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഡയറക്ടർ ജനറൽ ആണ്. മേധാവി ഡയറക്ടർ ജനറൽ ആണ്. പിന്നെ ചില സാഹചര്യങ്ങളിൽ ആരും ജില്ലാ കളക്ടറും ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകമായ ജില്ലകളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം. യെസ്, ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയട്ടെ. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഏത് സെക്ഷനിൽ കൂടെ പറഞ്ഞു വാ മക്കളെ. അപ്പൊ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 10 പറയുന്നത്. കാലാവധി എത്ര? 5 വർഷമോ 65 വയസ്സോ. എത്ര അംഗങ്ങൾ ഉണ്ടാകാം? ഒരു കമ്മീഷണറും 5ൽ കുറയാത്ത അംഗങ്ങൾ. ആസ്ഥാനം ന്യൂഡൽഹി. നിലവിൽ വന്നതെന്ന് 2000 ബോർഡൊന്ന് നോക്കല്ലേ, 2020 ജൂലൈ 24. ഇത് പരാതി ബോധിപ്പിക്കാനുള്ള ഏകീകൃത സംവിധാനമായിട്ടാണ് നിലവിൽ വന്നത്. ഇവരെ നിയമിക്കുന്നത്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടത്, തൽസ്ഥാനത്ത് നീക്കം ചെയ്തൊക്കെ ചോദിച്ചാൽ ആര് തന്നെയാണടാ? അത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. യെസ്. എന്തിനു വേണ്ടി പരാതി ബോധിപ്പിക്കാനുള്ള ഏകീകൃത സംവിധാനമാണ്. 30 ദിവസത്തിനകം കേന്ദ്ര ഉപഭോക്തൃ കമ്മീഷനിലേക്ക് അപ്പീൽ പോകാം. ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവകാശ ലംഘനം പരിശോധിക്കുക, യെസ്, അന്യായ വ്യാപാരം തടയുക. ഇതിന്റെ അന്വേഷണ വിഭാഗം ചുമതലക്കാരൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡയറക്ടർ ജനറൽ ആണ്. ജില്ലയുമായി ബന്ധപ്പെട്ട ചുമതല ആർക്കുണ്ട്? അത് ജില്ലാ കളക്ടറിനുമുണ്ട്. ഓക്കെ അല്ലേ? ഈ കാര്യം സെറ്റ് ആണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ വിപണിയിൽ ഒരു സുരക്ഷിതമല്ലാത്തൊരു പ്രോഡക്റ്റ് ഇറക്കിയെന്നിരിക്കാം. എന്ത് ചെയ്യാനായിട്ട് കഴിയും? അത് തീർച്ചയായിട്ടും അതിനെ പ്രോഡക്റ്റിനെ തിരികെ വിളിക്കാനായിട്ട് പറ്റും കേട്ടോ. വിപണിയിൽ സുരക്ഷിതമല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും ഇറക്കുകയാണെങ്കിൽ ആ പ്രോഡക്റ്റിനെ തിരികെ വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് പിന്നെ വിപണിയിൽ ഇറക്കരുത് എന്ന് പറഞ്ഞ് വിലക്കാനായിട്ട് കഴിയും. ആ പറയുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ സെക്ഷൻ 20 ആണ്. നോക്കി, സുരക്ഷിതമല്ലാത്ത ഒരു പ്രോഡക്റ്റ് തിരികെ വിളിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷൻ ഏതാണ്? 20 ആണ്. എന്നാൽ സെക്ഷൻ 21 പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ എന്താണ് എസ്പെഷ്യലി ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെ, അതെന്താണ് 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റിന്റെ പരസ്യം കൊടുക്കും, നിങ്ങളുടെ സൗന്ദര്യം വല്ലാണ്ട് വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നു. പക്ഷെ ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഉപഭോക്താവിന് പരാതി കൊടുക്കാം. ആർക്കെതിരെ? ആ പരസ്യ ചിത്രത്തിൽ അഭിനയിച്ച ആൾക്കെതിരെ, പരസ്യ ചിത്രത്തിലെ നിർമ്മാതാവിനെതിരെയൊക്കെ പരാതി കൊടുക്കാനായിട്ട് വരും. അതുമായി ബന്ധപ്പെട്ട പിഴകളെ കുറിച്ച് പറയുന്നത്, പെനാൽറ്റിയെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 21. തെറ്റിദ്ധരിക്കപ്പെടുന്ന, എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുമ്പാണ് ഈ പരസ്യത്തിന്റെ പിന്നാലെയൊക്കെ നമ്മൾ പോകുന്നതെന്ന് തോന്നുന്നു. ഇപ്പൊ അങ്ങനെ ആ ഒരു പരസ്യത്തിനൊന്നും അത്രത്തോളം നമ്മുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല.
നമ്മൾ അതുക്കും മുകളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്, റൈറ്റ്? യെസ്, ഓക്കെ. അതുക്കും മേലെ ചിന്തിച്ച് പരസ്യത്തിന്റെ പിന്നാലെ ഒന്നും അല്ല നമ്മൾ പോകുന്ന എന്നത്തിന്റെ പിന്നാലെ, നമ്മുടെ പഠനത്തിന്റെ പുറകെ. കാരണം നമുക്ക് എന്ത് വേണോടാ, സർക്കാർ ജോലി, അത്രയേ ഉള്ളൂ. യെസ്. അപ്പോ 20 പറയുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു പ്രോഡക്റ്റ് വിപണിയിൽ നിന്ന് തിരികെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. യെസ്. 21-ലാണെങ്കിലോ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യ ചിത്രങ്ങൾ, അതിന്റെ പിഴകളെ പറ്റി. അപ്പൊ അതിന് നിർമ്മാതാവിനോ അല്ലെങ്കിൽ പരസ്യം ചിത്രീകരിക്കുന്ന, പരസ്യത്തിൽ അഭിനയിക്കുന്ന ആൾക്കെതിരെയൊക്കെ എന്ത് ചെയ്യാം, കേസ് എടുക്കാനായിട്ട് കഴിയും. 10 ലക്ഷം വരെ ഒരു പിഴ നൽകാം, 10 ലക്ഷം വരെ. എന്നാല് ഈ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ 50 ലക്ഷം വരെ പിഴ നൽകാം കേട്ടോ. ആദ്യം എന്ത് ചെയ്യും, ഒരു 10 ലക്ഷം വരെ പിഴ നൽകാം. തന്നെ ഇത് ആവർത്തിക്കുകയാണ്, ആ പ്രൊഡക്റ്റ് വീണ്ടും കൊണ്ടുവന്നു, ഇതേ കാര്യം, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റ് ഇറക്കി വീണ്ടും ഇതേ പരിപാടി തന്നെ ചെയ്യുന്നു, 50 ലക്ഷം. തുടർന്ന് കഴിഞ്ഞാൽ വീണ്ടും 50 ലക്ഷം വരെ ആകാം അതിന്റെ പിഴ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആൾക്കാരുണ്ടല്ലോ, 1 വർഷം വരെ ആൾക്കാർക്ക് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാം, വിലക്ക് ഏർപ്പെടുത്താനും കഴിയും എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒരു കഥ പോലെ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ മതി. 1 വർഷം വരെ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്താനും കഴിയുമെന്നാണ്. ഒരു തവണ ചെയ്തു 10 ലക്ഷം, പഠിച്ചില്ല, വീണ്ടും ചെയ്തു, അപ്പൊ എന്ത് ചെയ്തു, 50 ലക്ഷം വരെയൊക്കെ പിഴകൾ നൽകാം. ഈ പിഴകളുമായി ബന്ധപ്പെട്ടത് സെക്ഷൻ 21 ആണ്. എന്നാൽ പ്രൊഡക്റ്റ് തിരികെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടത് 20 ആണ്. പ്രൊഡക്റ്റ് തിരികെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് എടോ, ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാ ശരിക്കും 1986-ലാണ്. 2019 ഭേദഗതി വരുന്നു. ആ ഭേദഗതിയിലാണ് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ ഭേദഗതിയിൽ വന്ന് മറ്റൊരു കാര്യം, ഇ കൊമേഴ്സിനെ, ഇലക്ട്രോണിക് വ്യാപാരത്തെ കൂടെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഇ കൊമേഴ്സിന് മുമ്പ് അതിന്റെ ഒരു പരിധി ഇല്ലായിരുന്നു പഴയ നിയമത്തില്. 2019 ഇ കൊമേഴ്സ്, ഈ വ്യാപാരത്തെ ഉപഭോക്തൃ സംരക്ഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഓൺലൈനായി പരാതി നൽകാം, താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ പരാതി നൽകാം, അതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴി പരാതി നൽകാം. ഇത്തരം കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർക്കുന്നത് പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെ 2019 ഭേദഗതി നിയമത്തിലൂടെ. അപ്പൊ എന്താ, ഓൺലൈനായി താമസിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയൊക്കെ പരാതി നൽകാനായിട്ട് കഴിയും എന്ന വ്യവസ്ഥയൊക്കെ കൊണ്ടുവരുന്നത് ഭേദഗതി നിയമത്തിലൂടെയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓർക്കുക, എന്താണ്, ഇ കോമേഴ്സിനെ ഇതിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നുള്ളത്. ഇ കോമേഴ്സ്, ഇലക്ട്രോണിക് പണ്ട് എന്താ, അതുമായി ബന്ധപ്പെട്ട ഈ ഇലക്ട്രോണിക് വ്യാപാരവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉണ്ടെങ്കിൽ അതിന് പരിഹരിക്കപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുന്നതോടുകൂടെ അതിനും കൂടെ എന്താണ്, നമ്മുടെ അതിനൊരു പരാതി പരിഹരിക്കപ്പെടാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്. അടുത്ത എന്താ നോക്കി, ഈ ധാക്കിൽ എന്താണ്, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വെബ് പോർട്ടലാണ്. ഓൺലൈനായി പരാതി നൽകുന്നതിനുള്ള ഒരു വെബ് പോർട്ടലാണ് ഈ ധാക്കിൽ. ഓൺലൈനായി പരാതി നൽകുന്നതിനുള്ള പോർട്ടലാണ് മക്കളെ ഈ ധാക്കിൽ. യെസ്. ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടേടാ, ഈ അവശ്യ സാധന നിയമം നിലവിൽ വന്നത് എന്നാ 1955. അവശ്യ സാധന നിയമം നിലവിൽ വന്നത് 1955. അതും ഭേദഗതി ചെയ്ത വർഷം 2020 ആണ്. ഈ ഉപഭോക്തൃ അവശ്യ സാധനങ്ങളാണല്ലോ നമ്മൾ വാങ്ങുന്നത് അല്ലെ, അവശ്യ സാധനങ്ങളാണ്. അവശ്യ സാധന നിയമം 1955. INC-യുടെ ആവടി സമ്മേളനം, സോഷ്യലിസം അംഗീകരിക്കുന്ന INC-യുടെ ആവടി സമ്മേളനം നടന്നത് 1955. then ഹിന്ദു മാരേജ് ആക്ട് വരുന്നത് 1955. ദേശീയ പൗരത്വ നിയമം നിലവിൽ വരുന്നത് 1955. ഒത്തിരി പ്രത്യേകതകളുള്ള വർഷം തന്നെയാണ് 1955 എന്ന് പറയുന്നത്. ഓക്കെ, അവശ്യ സാധന നിയമം 1955, അവശ്യ സാധന നിയമം 1955. എന്നാൽ ഇത് ഭേദഗതി ചെയ്തത് എപ്പോഴാണ്, 2020. അപ്പൊ ഈ ധാക്കിൽ എന്താ, ഓൺലൈനായി പരാതി നൽകുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്, ഒരു വെബ് പോർട്ടലാണ് ഈ ധാക്കിൽ. ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. സെക്ഷൻ 20 എന്താ പറയുന്നത്, സുരക്ഷിതമല്ലാത്ത സാധനങ്ങൾ വിപണിയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 21 എന്താ, തെറ്റിദ്ധരിക്കപ്പെടുന്ന പരസ്യ ചിത്രങ്ങൾക്കെതിരെ അതിന് കൊടുക്കുന്ന പിഴകളാണ്. നിർമ്മാതാവ്, പരസ്യ ചിത്രീകരിക്കുന്ന, അഭിനയിക്കുന്ന ആൾക്കാർക്ക് ആദ്യ തവണ അല്ലെങ്കിൽ ഒറ്റ തവണ അബദ്ധം പറ്റിയല്ലേ, പോട്ടേന്ന് വെച്ച് 10 ലക്ഷം, ആവർത്തിച്ചാൽ എത്ര രൂപ, 50 ലക്ഷം വരെ പിഴ നൽകാം, 1 വർഷം വരെ വിലക്കും ഏർപ്പെടുത്താം എന്നുള്ളതാണ്. യെസ്. അപ്പൊ ഈ ഭേദഗതി നിയമപ്രകാരം എന്തൊക്കെയാ, ഓൺലൈനായി പരാതി നൽകാം, നമ്മുടെ താമസ സ്ഥലത്തിരുന്ന് നമുക്ക് പരാതി നൽകാം, വീഡിയോ കോൺഫറൻസിംഗ് വഴി പരാതി നൽകാം. പിന്നെ എന്താണ്, ഇ കോമേഴ്സ് ഇതിന്റെ പരിധിയിൽപ്പെടുത്തി ഈ ധാക്കിൽ ഓൺലൈനായിട്ട് നമുക്ക് പരാതി നൽകാനുള്ള ഒരു വെബ് പോർട്ടലാണ്. അവശ്യ സാധന നിയമം ചോദിച്ചാൽ ഏത് വർഷമാണ്, 1955 ആണ്. 1955 അവശ്യ സാധന നിയമം ഭേദഗതി ചെയ്ത വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 2020 ആണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപേക്ഷാ ഫീസ്.
ഞാൻ വീണ്ടും പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ ഇത് വീണ്ടും ഒരു മൂന്നാമത്തെ പാട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതൊരു സുഖമില്ലാണ്ടാവൂല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഒരു പാട്ടിനകത്ത് വീണ്ടും അത് ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, അപേക്ഷാ ഫീസ് 5 ലക്ഷം വരെയുള്ളതിന് അപേക്ഷാ ഫീസ് ഇല്ല. 5 ലക്ഷം വരെയുള്ള പരാതികളുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫീസ് ആട്ടോ പറയുന്നത്. അപേക്ഷാ ഫീസ് പരാതികൾ അല്ലെ. അപ്പൊ ഉപഭോഗം 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ അപേക്ഷാ ഫീസ് ഇല്ല. 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആണെങ്കിൽ 200 രൂപയാണ്. 5 മുതൽ 10 ലക്ഷം വരെയുള്ള ഉപഭോഗമാണ് നടന്നിട്ടുള്ള ആ പ്രൊഡക്റ്റിന്മേലുള്ള പരാതിയാണെങ്കിൽ 200 രൂപ. 10 മുതൽ 20 വരെ 400 രൂപ. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആണെങ്കിൽ 400 രൂപ. 20 മുതൽ 50 ലക്ഷം വരെ ആണെങ്കിൽ 1000 രൂപ. അപ്പൊ 50 ലക്ഷം വരെയുള്ളതാണ് ജില്ലയുടെ പരിധി, നമുക്ക് അറിയാവുന്നത്. 50 ലക്ഷം വരെ അത് നോക്കൂ. അപ്പൊ ജില്ലകളിലെ പരാതി പരിഹാരത്തിനുള്ള പരമാവധി തുക ചോദ്യം ശ്രദ്ധിച്ചു വെച്ചോടാം. എത്രയാണ്? 1000 രൂപ. അടുത്തിടെ ചോദിച്ച ചോദ്യമല്ലേ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ചു വെച്ചോ. 1000. ജില്ലകളുടെ പരിധി 1000 രൂപ. സംസ്ഥാന പരിധി 2500 രൂപ. കേന്ദ്ര പരിധി അല്ലെങ്കിൽ പരാതി പരിഹാരത്തിലുള്ള അപേക്ഷാ ഫീസിന്റെ പരിധി ചോദിച്ചാൽ 7500. 1000, 2500, 7500, 1000, 2500, 7500. നോക്കിയേ, 5 ലക്ഷം വരെ എന്തില്ലടാ, എന്തില്ല, നമുക്ക് അതിനകത്ത് ക്യാഷ് കൊടുക്കണ്ട. 5 മുതൽ 10 വരെ 200, 10 മുതൽ 20 വരെ 400, 20 മുതൽ 50 വരെ 1000. ജില്ലയുടെ പരിധി 1000 രൂപ. മാക്സിമം കൊടുക്കേണ്ട അപേക്ഷാ ഫീസ് 1000 രൂപ. ഇതിന്റെ അധ്യക്ഷൻ ആരാ? ജില്ലാ കളക്ടറാ അല്ലേ? പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ അധ്യക്ഷൻ ആരാ? ജില്ലാ കളക്ടറാണ്. അപ്പൊ 200, 400, 1000. ആദ്യത്തേതിലില്ല. 5 ലക്ഷം വരെ ഇല്ല. 5 to 10 200, 10 20, 400, 20 മുതൽ 50 ലക്ഷം വരെ 1000. ജില്ലയുടെ പരിധി കഴിഞ്ഞു. യെസ്. അടുത്തത് സംസ്ഥാനത്തിന്റെ പരിധി എത്രയാ? 2 കോടി വരെ. സംസ്ഥാനത്തിന്റെ പരിധി 2 കോടി വരെ. അപ്പൊ ഇവിടെ 50 മുതൽ 1 കോടി വരെ. 50 മുതൽ 1 കോടി വരെ 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. ആ ഉപഭോഗം നടന്നത്, ആ ഉപഭോഗം വസ്തുവിന്റെ ആ ഒരു വാല്യൂ ആണ് പറയുന്നത്. അപ്പോ 50 ലക്ഷം മുതൽ 1 കോടി വരെ ആണെങ്കിൽ 2000. 1 കോടി മുതൽ 2 കോടി വരെ ആണെങ്കിൽ 2500. അതാ പറഞ്ഞത് നമ്മൾ സംസ്ഥാനത്തെ പരിധി 2500. 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപ. 1 കോടി മുതൽ 2 കോടി വരെ 2500 രൂപ. സംസ്ഥാന പരിധി കഴിഞ്ഞു. അടുത്തിന് കേന്ദ്രത്തിലേക്ക് പോവാണേ. കേന്ദ്രത്തിൽ 2 ലക്ഷം മുതൽ 4 ലക്ഷം വരെ 3000 രൂപ. 2, 4, 3000. 4, 6, 4000. 2, 4, 3000. 4, 6, 4000. 6, 8, 5000. 6 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5000. 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ 6000. 8 ലക്ഷം മുതൽ 10 ലക്ഷമല്ല, കോടിയാണ്. കോടി, സോറി. അപ്പൊ 2 കോടി മുതൽ 4 കോടി വരെ 3000. 4 കോടി മുതൽ 6 കോടി വരെ 4000. 6 കോടി 8 കോടി 5000. 8 കോടി 10 കോടി 6000. 10 crore above ആണെങ്കിൽ 7500. അത് എത്ര തന്നെ ആയാലും 7500 ആയിരിക്കും. എത്ര ആയാലും 7500 ആയിരിക്കും. നോക്കടാ, 4 കോടി വരെ 2 to 4 കോടി 3000. 4 to 6 കോടി 4000. 6 to 8 കോടി 5000. 8 to 10 കോടി 6000. 10 crore above ആണെങ്കിൽ 7500. പരാതിയുടെ അപേക്ഷാ ഫീസിന്റെ പരിധി പരമാവധി ചോദിച്ചാൽ 7000. പിന്നെ അതിന്റെ ഇതിലും മേലെ 10 കോടിക്ക് എത്ര മേലെ പോയി കഴിഞ്ഞാൽ അപേക്ഷാ ഫീസ് എത്ര തന്നെയാണ്? 7500 തന്നെയാണ് അപേക്ഷാ ഫീസ്. ഒന്നുകൂടെ പറയട്ടെ ഞാൻ. ജില്ലകളിൽ നോക്ക്. ജില്ലകളുടെ പരിധി എത്രയാ? 1000. സംസ്ഥാനത്തിന്റെ പരിധി എത്ര? 2500. കേന്ദ്രത്തിന്റെ പരിധി എത്ര? 7500. 200, 400, 1000, 2000, 2500, 3000, 4000, 5000, 6000, 7500. എമൗണ്ട് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം വരെ പരാതി ഫീസ് ഇല്ല, അപേക്ഷാ ഫീസ് ഇല്ല. 5 to 10 200, 10 to 20 400, 20 to 50 1000. ജില്ലയുടെ പരിധി കഴിഞ്ഞു. 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപ. 1 crore to 2 crore 2500. സംസ്ഥാന പരിധി കഴിഞ്ഞു. കേന്ദ്രത്തിന്റെ ഇതിലേക്ക് കയറുന്നു. 2 to 4 crore 3000.
4 to 6 crore 4000, 6 to 8 crore 5000, 8 to 10 crore 6000 6000, 10 crore മുകളിലാണെങ്കിൽ 7500. ഞാൻ വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് പറയുന്ന ഒരു മേഖലയാണ് ഉപഭോക്തൃ സംരക്ഷണം. പാടാണെന്ന് തോന്നി പഠിക്കാതിരിക്കണേ മക്കളെ. കാരണം നമ്മുടെ 10th പ്രിലിംസ് മാത്രമല്ല, ഇപ്പോഴത്തെ പ്രിലിംസ് നമുക്ക് കിട്ടിയേ പറ്റും. പക്ഷെ ഇത് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ മെയിൻസ് കൂടെ ലക്ഷ്യം വെച്ച് വേണം പഠിക്കുക. ഇത് പിന്നെ കുറച്ച് പഠിച്ചു പിന്നെ പഠിക്കുക അങ്ങനെ നിൽക്കരുത്. പ്രിലിംസിന് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കണം, മെയിൻസിന് വേണ്ടി പഠിക്കണം. അത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി മെയിൻസിന് വേണ്ടി അത് ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. എല്ലാ പോയിന്റ്സ് ഇപ്പൊ ഇതിൽ പറയാതെ കുറച്ച് പോയിന്റ്സ് കാണുവേ അങ്ങനെ ആഡ് ചെയ്യും. അങ്ങനെ പോയിന്റ്സ് കിട്ടുള്ളൂ, അതുകൂടെ ആഡ് ചെയ്ത് പഠിക്കണം. എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും അറിവിന്റെ സ്രോതസ്, എവിടെ നിന്നൊക്കെയാണ് അവിടെ നിന്നൊക്കെ മാക്സിമം വലിച്ചു വാരിയിട്ട് പഠിച്ചോളാം കേട്ടോ. കാരണം പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഇപ്പോഴും പറയാറുള്ളത് പോലെ സർക്കാർ ജോലിയും നിങ്ങളും തമ്മിൽ അകലം വളരെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ പഠിച്ചോ, കിടിലമായിട്ട് പഠിച്ചോ, കിടക്കാഴ്ചയായിട്ട് പഠിച്ചോ. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണും. അതുവരേക്കും ബൈ.